ഓണറേറിയം വർധന ആവശ്യപ്പെട്ടുള്ള ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് സമരം ഇന്ന് 24-ാം ദിവസത്തേക്ക് കടക്കുകയാണ്. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നിലപാട്. സമരത്തിന് പിന്തുണയുമായി കൂടുതൽ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. ആദിൽ പാലോട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ആശാവർക്കർമാരുടെ സമരം കൂടുതൽ ജനശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ട്. കൂടുതൽ സംഘടനകൾ അവർക്ക് പിന്തുണയുമായി എത്തുന്നുണ്ട്. അതിനിടയിൽ CITUവിൻ്റെയും CPM-ൻ്റെയൊക്കെ ചില നേതാക്കന്മാർ നടത്തുന്ന പ്രസ്താവനകളൊക്കെ അവർക്ക് സമൂഹത്തിൽ പിന്തുണ വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കുന്നുണ്ട്. 24-ാം ദിവസത്തിലേക്കാണ്. ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നതിലൊരു ആശങ്കയുണ്ടോ ആശാവർക്കർമാർക്ക്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു സമരത്തിന് കിട്ടാവുന്നതിൻ്റെ ഏറ്റവും പ്രധാന ശ്രദ്ധകളൊക്കെ ഈ സമരത്തിന്, ആശാവർക്കർമാരുടെ സമരത്തിന് കിട്ടിയെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുദാഹരണമായിരുന്നു ഇന്നലെ നിയമസഭയിൽ അടിയന്തര പ്രമേയമായി വിഷയം അവതരിപ്പിക്കുന്നു. അത് വലിയ തർക്കത്തിലേക്ക് പോകുന്നു. സഭ നിർത്തിവെച്ച് പെട്ടെന്ന് വളരെ വേഗം തന്നെ സഭാ നടപടികൾ പൂർത്തിയാക്കി പിരിഞ്ഞു പോകേണ്ട സാഹചര്യം വരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും സർക്കാർ വേതനം വർദ്ധിപ്പിക്കാമെന്ന വാഗ്ദാനത്തിലേക്കോ പ്രഖ്യാപനത്തിലേക്കോ എത്തുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ആശാവർക്കർമാരെ കാണാം, സമരസമിതി നേതാക്കളുണ്ട്. അവരൊക്കെ രാവിലെ തന്നെ ഇവിടെയുണ്ട്. രാപകൽ സമരമാണ്. സമരത്തിന് വന്നതാണോ? അതെ. ആശാവർക്കറാണോ? അതെ. എങ്ങനെയാ സമരം മുന്നോട്ട് പോകുന്നത്? സമരം നമ്മൾ വിചാരിച്ച പോലെ വിജയിച്ച് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ തിരുവനന്തപുരത്തുള്ളതാ, കണ്ണമ്മൂല UPHC. ഇത് സർക്കാർ ഇത്രയും നാളായിട്ടും 24 ദിവസമായിട്ടും ഒരു അനുഭാവപൂർവ്വമായിട്ടുള്ളൊരു പ്രതികരണം ഇല്ലല്ലോ. അപ്പോൾ എന്താ, സമരം ഇങ്ങനെ തന്നെ തുടരാൻ പറ്റുമോ? സമരം തുടരും, ഞങ്ങൾ വിജയിച്ചേ പോവുള്ളൂ. വലിയ ബുദ്ധിമുട്ടിലാണോ? ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തികമായി ബുദ്ധിമുട്ട് തന്നെ. അവർ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞ മാസത്തെ പൈസ എങ്കിൽ തന്നെങ്കിൽ അതെല്ലാം കടം വീടാണ് ചെയ്തത്. നമ്മൾ കടം വാങ്ങിച്ചല്ലേ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അതല്ല ഇപ്പോൾ വീട്ടിൽ കഴിയുമ്പോൾ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാലും ഞങ്ങൾ ഇതിൽ ഉറച്ചു നിൽക്കും, സമരത്തിൽ നിൽക്കും. തീർച്ചയായിട്ടും സമരം അതിശക്തമായി തുടരുമെന്നാണ് പറയുന്നത്. സമരസമിതി നേതാക്കളുടെ കൂടി പ്രതികരണം നോക്കാം. ബാഗൊക്കെ എടുക്കുകയാണ്, പൈസയൊക്കെ തീർന്നു. സമരം എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഇപ്പോഴും സർക്കാർ കാര്യമായി പരിഗണിക്കുന്നില്ല എന്നത് വ്യക്തമാണ്. സമരം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള പഴിചാരലൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നും ഞങ്ങളുടെ അജണ്ടയല്ല. ഞങ്ങളെ സംബന്ധിച്ച് 232 രൂപയ്ക്ക് ജോലി ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്നതാണ് ആശാ വർക്കർ സംഘടനയുടെ തീരുമാനം, ആശാ വർക്കർമാരുടെ തീരുമാനം. അത് നേടിയിട്ടേ പോകുള്ളൂ. പിന്നെ ഈ വരുന്ന 8-ാം തീയതി സാർവദേശീയ വനിതാ ദിനം. അത് മുഴുവൻ വനിതകളും ആശമാരോടൊപ്പം എന്ന സാർവദേശീയ വനിതാ ദിനം ആശമാരോടൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നമ്മൾ മുഴുവൻ വനിതകളെ സമീപിക്കുകയാണ്. ആളുകൾ ഇങ്ങോട്ട് വരാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് അതൊരു വലിയൊരു പരിപാടിയാണ്. പരിപാടി ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു മഹാസംഗമം എന്ന രൂപത്തിലാണോ പരിപാടി? തീർച്ചയായിട്ടും അതൊരു മഹാസംഗമമായി മാറും. കാരണം കേരളത്തിലെ സ്ത്രീകൾ ഇങ്ങോട്ട് വരാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അത്തരം ഒരു കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു ഇവൻ്റായി തന്നെ മാറും. പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണ സമരത്തിനുണ്ട്. ഇന്നലെ നിയമസഭയിലടക്കം വിഷയം അവതരിപ്പിച്ചു. ഇങ്ങനെ ഒരു ശ്രദ്ധ കിട്ടുമ്പോഴും സർക്കാർ തൽക്കാലം കൂട്ടണ്ട എന്ന നിലപാടാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. അത് കാണുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? സമരം വിജയത്തിലേക്ക് തന്നെയാണോ? പ്രതിപക്ഷം എന്നുള്ളതല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആശാ വർക്കർമാരുടെ ഉന്നയിക്കുന്ന സമരത്തോടൊപ്പം ഡിമാൻഡിനോടൊപ്പമാണ്. സർക്കാരിൻ്റെ ഭാഗത്തിരിക്കുന്ന ഏതാനും ചില ആളുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇന്നലെ KSRTC ജീവനക്കാർക്ക് 1-ാം തീയതി മുതൽ ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ചു. ഒരു നിർണായക തീരുമാനമാണ്. 2021 അവർക്ക് കൃത്യമായി പ്രതിമാസം ശമ്പളം നൽകുന്നത് അവസാനിച്ചത്. ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് 45 ദിവസം കൂടുമ്പോൾ അവർക്ക് തുച്ഛമായ പൈസ കിട്ടുന്നത്. പക്ഷേ ഈ തീരുമാനം, ഞാൻ പറയുന്നു, ഞങ്ങളുടെ ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തിൻ്റെ ഒരു വിജയം കൂടിയാണ്. തൊഴിലാളികൾക്ക് പണി ചെയ്യുന്ന ആളുകൾക്ക് കൂലി കൊടുത്തില്ലെങ്കിൽ ആളുകൾ തെരുവിലേക്ക് വരുന്നുള്ളതിൻ്റെ സൂചനയാണ് ഇവിടെ നടക്കുന്ന സമരം. ഏതായാലും അതിശക്തമായ സമരം തുടർന്ന്. ചേട്ടൻ എവിടെന്നാ പിന്തുണ പറഞ്ഞു വന്നതാണ്? ഏതായാലും ഇവിടെ 2-3 പുരുഷ സഹോദരന്മാരും ഉണ്ട്. ഏതായാലും ഇവരൊക്കെ പിന്തുണ അർപ്പിച്ച് ഇവരുമായിട്ട് സംസാരിക്കാനൊക്കെ രാവിലെ ഇവിടെ എത്തിയതാണെന്ന് മനസ്സിലാകുന്നു. വഴിയിലൂടെ പോയപ്പോൾ സമരം കണ്ടിരുന്നതാണെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. ഏതായാലും സമരം അതിശക്തമായി തുടരുന്നു. ഓണറേറിയം വർധന നടപ്പാക്കും വരെ സമരം തുടരുമെന്ന നിലപാടിൽ നിന്ന് ആശാവർക്കർമാർ പിന്നോട്ടില്ല. മാർച്ച് 8-ന് ഒരു മഹാസംഘം എന്ന രൂപത്തിൽ സംസ്ഥാനത്തെ ആകെയുള്ള വനിതകളെ ഇവിടേക്ക് ക്ഷണിക്കുകയാണ് ആശാവർക്കർമാർ. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു.